ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇലക്ഷൻ 2024 സ്പെഷ്യാലിറ്റീസ്, ഇലക്ഷൻ 2024 പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കുക. അതായത് ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 ഇലക്ഷൻ അവസാനിക്കും. ജൂൺ 4 വോട്ടെണ്ണൽ നടക്കുക. രാജ്യത്ത് എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഒരു ദിവസമായിരിക്കും വോട്ടെണ്ണൽ നടക്കുന്നത്. അത് ജൂൺ 4. എന്നാൽ തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിലും പല ഡേറ്റുകളായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല സംസ്ഥാനങ്ങളെയും പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ 7 ഘട്ടങ്ങളായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടങ്ങളിൽ 2ാം ഘട്ടത്തിലാണ് കേരളമുള്ളത്. അതായത് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 അപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26 അതിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ 4 കേരളത്തിലുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഏപ്രിൽ 19 തമിഴ്നാട്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26 കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 89 കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളടക്കം 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുക. 3ാം ഘട്ടം എന്ന് പറയുന്നത് മെയ് 3 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4ാം ഘട്ടം എന്ന് പറയുന്നത് മെയ് 10 96 മണ്ഡലങ്ങളിലേക്കായിരിക്കും. 5ാം ഘട്ടം എന്ന് പറയുന്നത് മെയ് 17 49 മണ്ഡലങ്ങളിലേക്കായിരിക്കും. 6ാം ഘട്ടം എന്ന് പറയുന്നത് മെയ് 25 57 മണ്ഡലങ്ങളിലേക്കായിരിക്കും. അവസാന ഘട്ടം, അതായത് 7ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജൂൺ 1 57 മണ്ഡലങ്ങളിലേക്കായിരിക്കും. അങ്ങനെ ജൂൺ 4 ഇതിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ 4 അപ്പോൾ ജൂൺ 4 ഇതിൻ്റെ ഫലം പുറത്തു വരുന്നത്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മുടെ രാജ്യം ഇനി ആര് ഭരിക്കുമെന്ന് ജൂൺ 4 നമുക്ക് അറിയുവാൻ സാധിക്കും. ആകെ ഏകദേശം 10.5 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്ത് തയ്യാറാക്കിയിട്ടുള്ളത് വോട്ടെടുപ്പിന് വേണ്ടി. രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം നോക്കുമ്പോൾ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളുമാണ് ഈ തവണ വോട്ടെടുപ്പ് അവകാശമായിട്ടുള്ളവർ. 49 കോടി പുരുഷന്മാരും 47 കോടി സ്ത്രീകളുമാണ് ഈ പ്രാവശ്യം വോട്ടെടുപ്പിന് അവകാശം ലഭിച്ചവർ. അപ്പോൾ ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 അവസാനിച്ച് ജൂൺ 4 ഫലം പുറത്തു വരും. അതാണ് ഈ വർഷത്തെ 2024 വോട്ടെടുപ്പ് എന്ന് പറയുന്നത്, ഇലക്ഷൻ 2024. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.